ഇരിക്കാൻ പോലും പറ്റാത്ത വേദനയായിരുന്നു. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ മുട്ടുമടക്കി കുനിഞ്ഞു നിൽക്കും. 5 വർഷമായി ഞാൻ ഈ മരണവേദന തിന്നുന്നു. കുറച്ചു നേരം ജോലി ചെയ്യുമ്പോഴേക്കും ഞാൻ നായ അണയ്ക്കുന്നത് പോലെ അണയ്ക്കും. പുറത്തു പോകുമ്പോൾ ഡയപ്പർ ധരിച്ച് പോകേണ്ട അവസ്ഥയാണ്. പറയുന്നത് നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ ഒരു വീട്ടമ്മയാണ്. വീണ്ടും തല താഴ്ത്തിപ്പിടിക്കേണ്ട ഗതികേടിലാണ് നമ്പർ 1 ആരോഗ്യ കേരളം. 5 വർഷമായി വയറ്റിനുള്ളിൽ 10 സെന്റിമീറ്ററോളം നീളമുള്ള കത്രികയുമായി ജീവിക്കുകയാണ് പുന്നപ്രയിലെ ഒരു വീട്ടമ്മ. പേര് ഉഷ ജോസഫ്. മറുവശത്ത് 5 അല്ല കത്രിക 50 കൊല്ലമുള്ളിൽ ഇരുന്നാലും സേഫ് ആണെന്നും വേദനയായിട്ട് രോഗി ഇതുവരെ എവിടെയായിരുന്നുവെന്നും ചോദിക്കുകയാണ് ശസ്ത്രക്രിയ ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഡോക്ടർ. എന്താണല്ലേ പാവം ജനങ്ങളുടെ ഒരു അവസ്ഥ. 2021 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടന്നിരുന്നു. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാനായിരുന്നു ഈ ശസ്ത്രക്രിയ ചെയ്തത്. ഇതിനിടെ കുടുങ്ങിയ കത്രികയാണ് ഇതെന്നുള്ളതാണ് ഉഷ പറയുന്നത്. MRI സ്കാനിങ്ങിലാണ് ഉഷയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. 2021 വയറ്റിലെ മുഴ നീക്കാനാണ് ഉഷ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായതും. ഓപ്പറേഷന് ശേഷം ഉഷയ്ക്ക് തുടർച്ചയായി വേദന അനുഭവപ്പെട്ടിരുന്നുവെന്നും ആശുപത്രിയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ കാര്യമാക്കിയില്ല എന്നും ഉഷയുടെ ഭർത്തൃ സഹോദരൻ ജോമോൻ അടക്കം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. സർക്കാർ ചികിത്സാ സംവിധാനങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ഒരു സാധാരണക്കാരന് ശസ്ത്രക്രിയയ്ക്കും മറ്റും വിധേയനാകേണ്ടി വരുമെന്നുള്ള ചോദ്യമാണ് വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുന്നത്. ഉഷ എന്ന വീട്ടമ്മ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാമാണെന്ന് അവർ തന്നെ പറയുകയാണ്. എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലാവരും എന്നെ കൊണ്ടുപോകും. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പണിക്ക് പോകുന്നില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ചുണ്ട്. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച എക്സ്റേ എടുത്തപ്പോ ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. 2021 മെയ് 5-നാണ് ശസ്ത്രക്രിയ നടന്നതെന്നും പിന്നാലെ കഠിനമായ വേദന അനുഭവപ്പെട്ടുവെന്നും ഉഷ ജോസഫ് പറയുന്നു. ആശുപത്രികളിൽ മാറി മാറിപ്പോയി ചികിത്സ തേടി. മൂത്രത്തിലൂടെ രക്തം പോകാൻ തുടങ്ങിയപ്പോഴാണ് താൻ ടെസ്റ്റുകൾ നടത്തിയത്. ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു താൻ. മൂത്രസഞ്ചിയിൽ കല്ലാണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രിക കണ്ടതെന്നും ഉഷ പറയുന്നുണ്ട്. പിന്നാലെ ന്യൂറോളജിയിലെ ഡോക്ടർ ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ആരോടും പറയണ്ട ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞതായും ഉഷ വെളിപ്പെടുത്തി. ഒരുപാട് പണം ചികിത്സയ്ക്കായി ചെലവായി എന്നും മരുന്ന് വാങ്ങിയതിന് കണക്കില്ല എന്നും ഉഷ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ പോലും ഗുളികകൾ കൊണ്ടുപോകണം. തനിക്കിനി മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട എന്നും വണ്ടാനമടക്കമുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ തനിക്കിനി പേടിയാണെന്നും ഉഷ പറയുന്നു. സത്യത്തിൽ ഉഷയ്ക്കുള്ള ആ പേടി ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇത് ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് വീമ്പിളക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഗുരുതരമായ അലംഭാവം ഇടയ്ക്കിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും സാധാരണക്കാരുടെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ആരാണ് സമാധാനം പറയുക എന്നുള്ളതുമൊക്കെ ചോദ്യമാണ്. മറുവശത്ത് ശസ്ത്രക്രിയ ചെയ്തെന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ലളിതാംബിക കാര്യങ്ങളെയെല്ലാം അങ്ങേയറ്റം നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുകയാണ്. 5 അല്ല 50 കൊല്ലമുള്ളിൽ കത്രിക ഇരുന്നാലും ഒരു പ്രശ്നവുമില്ലെന്നും ഇത് എപ്പോൾ വെച്ചതാണെന്നതിന് തെളിവില്ലല്ലോ എന്നുമാണ് അവരുടെ വാദം. കോവിഡ് സമയത്ത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത ശസ്ത്രക്രിയ ഇപ്പോൾ ഡോക്ടർക്ക് പാരയായെന്നും അവർ സ്വയം പറയുന്നു. ഡോക്ടർ ലളിതാംബികയുടെ ആ വിചിത്ര ന്യായങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. അന്ന് കോവിഡായിരുന്നു. കൺസൾട്ട് ചെയ്താൽ ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിൻ്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്.
അതൊക്കെ അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പൊ ചെയ്തവർക്ക് അത് വരെയായി. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. തൻ്റെ അടുത്ത് രോഗി വന്നിട്ടില്ലെന്നും വല്ല ഹോമിയോയിലോ ആയുർവേദത്തിലോ ഒക്കെ പോയി കാണുമെന്നും ഡോക്ടർ ലളിതാംബിക ആ രോഗിയെ പരിഹസിക്കുക വരെ ചെയ്യുന്നുണ്ട്. നോക്കൂ, എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത്തരത്തിലൊക്കെ സംസാരിക്കാൻ കഴിയുക? ഇത്ര മനസ്സലിവില്ലാതെ ഒരു രോഗിയുടെ നരകയാതനയെ എത്തരത്തിലാകും ഒരു സ്ത്രീ കൂടിയായ ആ ഡോക്ടർക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുക? അവരല്ല ശസ്ത്രക്രിയ ചെയ്തതെന്നാണ് സ്വന്തമായി അവർ വാദിക്കുന്നത്. അതിന് തെളിവുകളുടെ അല്ലെങ്കിൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ കൂടി തെളിയേണ്ടതുണ്ട്. എന്നിരുന്നാലും അവരല്ലെങ്കിൽ അവർ ഈ ആരോപണത്തെ എന്തിനിത്ര പ്രതിരോധിക്കുന്നുവെന്നതും ചോദ്യമാണ്. പക്ഷേ കാര്യം എന്താണെങ്കിലും ഒരു രോഗിയുടെ അവസ്ഥയെ ഇത്ര വില കുറച്ച് കാണുന്ന ഡോക്ടേഴ്സ് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടല്ലോ എന്നുള്ളത് ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. സ്വന്തം വീട് തകർന്നതിനെ തുടർന്ന് വാടക വീട്ടിലാണ് ഉഷയും കുടുംബവും താമസിക്കുന്നത്. ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. 5 വർഷത്തിനിടെ വേദനയ്ക്ക് ചികിത്സ തേടി ആശുപത്രികൾ കയറിയിറങ്ങി വലിയൊരു തുക ചെലവാക്കിയെന്നും ഉഷയും കുടുംബവും പറയുന്നു. മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങിയപ്പോഴാണ് ഒരാഴ്ച മുൻപ് യൂറോളജി ഡോക്ടറെ കണ്ടത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് അടിവയറ്റിൽ കത്രിക ഉണ്ടെന്ന് കണ്ടെത്തിയത്. എക്സ്റേയിലും ഇത് കൃത്യമായി തന്നെ കാണാം. എന്തായാലും ഗുരുതരമായ ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചിട്ടുണ്ട്. ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി കൂടിയായിരുന്ന ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണത്തിനെതിരെയാണ് ആരോഗ്യമന്ത്രി രംഗത്തെത്തിയത്. സ്വന്തം തൊഴിലിനോടുള്ള അനാദരവാണ് പ്രതികരണത്തിലുള്ളതെന്നാണ് മന്ത്രി പറയുന്നത്. സ്വന്തമായി ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ സംസാരിക്കുമോ എന്നും എത്ര നിസ്സാരമായാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും അതിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയുമൊക്കെയാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഒരു കാരണവശാൽ പറയാൻ പാടില്ലാത്ത സ്വന്തം അനുഭവത്തിലൊന്ന് വരട്ടെ. സമ്മതിക്കുമോ ഇവർ സമ്മതിക്കുമോ? സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കുമോ? അതിനനുവദിക്കുമോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോൾ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും. ഒരു കാര്യം കൂടി, ഒരു മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെ മറ്റ് സർജറി ഉൾപ്പെടെ അത് സ്വകാര്യ ആശുപത്രിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകും ACS. എന്ത് തന്നെയാണെങ്കിലും പുന്നപ്ര സ്വദേശിനി ഉഷയെ നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉഷയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ തീയതി ഇന്ന് തീരുമാനിക്കും. ഒരുപക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഇന്ന് ശസ്ത്രക്രിയ നടന്നെന്നും വന്നേക്കാം. ഇത്രയും വർഷം ആ പാവം സഹിച്ച വേദനയ്ക്ക് ഇതോടെ അറുതി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനോടൊപ്പം അവരെ ഈ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഡോക്ടേഴ്സിനും ബന്ധപ്പെട്ടവർക്കും നേരെ കടുത്ത നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും കരുതാം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.